പ്രൈസലോ കർത്താവ് പരിശുദ്ധവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് ഈ ക്ലാസ്സിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള വിഷയം, അതിൻ്റെ തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ പഠനത്തിലാണ് നമ്മൾ ഈ സമയത്ത് എത്തി നിൽക്കുന്നത്. 1, 2, 3 അധ്യായങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് 4-ാമത്തെ അധ്യായമാണ് നമുക്ക് ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 4-ാം അധ്യായമാണെന്ന് എടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. 4-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, സാധാരണ ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളുടെ പഠനം അല്ലെങ്കിൽ ലേഖനങ്ങളുടെ ലിറ്റററി സ്റ്റൈൽ, എഴുത്ത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ താന് 2ആയി വിഭജിച്ചുകൊണ്ടാണ് എല്ലാ ലേഖനങ്ങളും താൻ എഴുതുന്നത്. അതിൽ 1, 2, 3 അധ്യായങ്ങൾ ഉപദേശ വിഷയങ്ങളിൽ താന് കേന്ദ്രീകരിക്കുമ്പോൾ തികച്ചും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രായോഗിക വിഷയങ്ങളെ, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, പ്രായോഗിക വിഷയങ്ങളെ സംബന്ധിച്ച് താന് എഴുതുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായങ്ങളാണ് 4, 5, 6 അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും അത് എത്രമാത്രം പ്രാവർത്തികമാക്കാം എന്നുള്ളതും നമുക്ക് വ്യക്തിപരമായി കൂടെ ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പ്രാരംഭത്തിൽ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇതില് 1-ാം അധ്യായം അല്ലെങ്കിൽ 1-ാം വാക്യത്തിൽ, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. ഞാൻ ബൈബിളിൽ ഞാൻ ഒരു പഠനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതില് കർത്താവിന്റെ ദാസൻ ഡെയ്ക്സിന്റെ അഭിപ്രായത്തിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോഫസി ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ഇത് ആദ്യത്തെ പ്രവചനമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ തന്നെ ആദ്യത്തെ പ്രവചനമായിട്ട് ഈ ഭാഗം കണക്കാക്കപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഞാനത് എത്രത്തോളം അത് ശരിയാണ് എന്നെനിക്ക് വ്യക്തമായി അറിയത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ആദ്യത്തെ പ്രവചനമായിട്ട് ഈ ഭാഗത്തെ കണക്കാക്കുന്നത് ഫസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോഫസി. ഇത് എന്നാൽ ഭാവി കാലത്ത്, അപ്പോൾ നമ്മുടെ ചിന്തയിൽ വിച്ച് ഈസ് ദ ഫ്യൂച്ചർ ടൈം, അല്ലെങ്കിൽ എന്താണ് ഭാവി കാലം, അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു എക്ലീഷിയോളജി അല്ലെങ്കിൽ എക്സ്കറ്റോളജി നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. നമുക്ക് ഈ ഭാവി കാലം എന്ന് പറയുന്നത് ഒത്തിരി അതിന് ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ശരിക്കും എസ്കറ്റോളജി പഠിപ്പിക്കുന്നതിനെ പറ്റി പഠിപ്പിച്ച് കാണണം. എങ്കിലും എൻ്റെ ഈ ഒരു സബ്ജക്റ്റ് ബേസിൽ ഞാനൊരു 2-3 നിലവിലുള്ള ഒരു തിയറീസ് എന്ന് അതിന് പറയാൻ കഴിയത്തില്ലെങ്കിലും നിലവിലുള്ള ഒരു ആശയം ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്ന് പറയാം. നിങ്ങൾ എന്നോട് യോജിക്കണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾ എന്നോട് എതിർക്കുകയും ചെയ്യാം. ഒന്ന്, മാന്യ എന്നുള്ള പദം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. മാന്യ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ചിലർക്ക് അന്ത്യകാല ദൈവശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ അവർക്കൊരു ഭ്രാന്ത് പോലെയാണ്. എന്ത് കണ്ടാലും, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എസ്കറ്റോളജിയെ താരതമ്യപ്പെടുത്തും. അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ പറ്റി, ഭാവി കാലത്തെ, അന്ത്യകാലത്തെ പറ്റി സംഭവിച്ച ഫ്യൂച്ചർ ടൈം ആണെന്ന് പറയും. മാന്യ, നമ്മുടെ ഇടയിൽ തന്നെ ശുശ്രൂഷകന്മാരുണ്ട് മാന്യ. ഇപ്പം
എന്നാ പറയുന്നേ, കോവിഡ് വന്നപ്പോൾ പറഞ്ഞു എൻഡില് കർത്താവ് വരും. ഇപ്പം ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഇപ്പൊ ഭൂരിഭാഗം ചിലപ്പോൾ വളരെ പറയുന്നുണ്ട് ഇത് ഒരു എൻ ടൈമാണ്, ഇല്ലെങ്കിൽ ഒരു ഭാവി കാലമാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങളും എന്ത് കണ്ടാലും യേശുക്രിസ്തുവിന്റെ വരവിനോട് താരതമ്യപ്പെടുത്തുന്ന ധാരാളം പഠിതാക്കളും പ്രസംഗകരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പം എസ്കറ്റോമാനിയ. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരാണ് എസ്കറ്റോഫാബിയ. എസ്കറ്റോഫാബിയ എന്ന് പറയുന്നത്, ഫാബിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫിയറിങ്, പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക. ഇപ്പൊ തന്നെ നിങ്ങൾ ചില പ്രസംഗങ്ങൾ കേട്ട് കാണും. ഞാൻ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ ധാരാളം പേരുകൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പറയുമ്പോൾ ഓർത്തോണം, ഒരുങ്ങിക്കോണം, നരകത്തിൽ പോവും, ദേ കർത്താവിന്റെ വരവ് അടുത്തു. നമ്മളെ പേടിപ്പിച്ചൊരു വശങ്കതരാക്കും. എസ്കറ്റോഫാബിയ എന്ന വാക്കിന്റെ അർത്ഥം, വാക്കിന് പറയുന്നത്. ഇങ്ങനെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ നമ്മൾ അന്ത്യകാലം എവിടെ ആരംഭിച്ചു? ഇവിടെ അപ്പോസ്തലനായ പൗലോസാണ് ഈ ഭാഗം പഠിപ്പിക്കുന്നത്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കവരുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. It is by his spirit he is uttering this prophecy. ഈ ഭാഗം പ്രൊഫസൈ ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തന്നെയാണ്. അതിനകത്ത് രണ്ട് തർക്കമില്ല. അപ്പോൾ പറയുന്ന വാക്ക് എന്നാൽ ഭാവി കാലത്ത്. ഇനി അപ്പോസ്തലനായ പത്രോസിന്റെ വാക്കുകൾ കേട്ടെ. സഭയുടെ ആരംഭം ഞാൻ ആ ഭാഗത്ത് അങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കാറില്ല. പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവം ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് അപ്പോസ്തലനായ പത്രോസിന്റെ മറുപടി, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ അന്ത്യകാലം എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു പഠന വിഷയം നമ്മൾ എടുക്കുമ്പോൾ വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെങ്കിൽ എവിടെ ആരംഭിച്ചു, എവിടെ അവസാനിക്കും? ഇതിന് വലിയ ചോദ്യം തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് അന്ത്യകാലമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ അന്ത്യകാലത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. വി കനോട്ട് പ്രെഡിക്റ്റ്, എന്താണെന്ന് പറയാൻ കഴിയത്തില്ല. പിന്നെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഗണിച്ച് പറയാം എന്ന് നമ്മൾ വിചാരിക്കുകയും കൂടെ വേണ്ട. പക്ഷെ ഒറ്റ ഹിന്റേ ഉള്ളൂ നമുക്ക് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച്. ഞാൻ കള്ളനെ പോലെ വരും നമുക്കറിയാം. എപ്പോ വരും എന്ന് പറയാൻ പറ്റത്തില്ല. എത്രയൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ലോകഗതികളെ ഇല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത് നമ്മളോട് വിവരിക്കാൻ ശ്രമിച്ചാലും ഞാൻ അവരെ ഈ രണ്ട് തട്ടിലാണ് അവരെ പെടുത്തുന്നത്. ഒന്ന് എസ്കറ്റോമാനിയ ആൻഡ് എസ്കറ്റോഫാബിയ. എസ്കറ്റോമാനിയ ഉള്ളവരുമുണ്ട്, എസ്കറ്റോഫാബിയ ഉള്ളവരുമുണ്ട്. അന്ത്യകാല സംഭവങ്ങളെ അവരുടെ ഒരു കച്ചവടവൽക്കരണത്തിന് വേണ്ടി എടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വേദപുസ്തകം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്നതിനോ നമ്മളെ പേടിപ്പിക്കുന്നതിനോ ഭയപ്പെടുത്തുന്നതിനോ ദൈവത്തിന്റെ വരവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏക മാനദണ്ഡം, വി ഷുഡ് ബി റെഡി. നമ്മൾ ഒരുങ്ങി നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് സമയത്തുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു ദൈവഭക്തനെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞതാ, അതിന്റെ പിറ്റേ ദിവസം തലേദിവസം ആണെങ്കിലും നമുക്ക് ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ. ഈ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഓരോ ദിവസം പറഞ്ഞ പോലെ വല്ല വിധേനയും നമ്മുടെ ജീവിതത്തിൽ അത് എല്ലാ സമയത്തിലും പ്രാവർത്തികമാക്കൊണ്ടൊരു കാര്യമാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ പറയുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെ, അപ്പോൾ പരിശുദ്ധാത്മാവിൽ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് അതില്
മത്തായി സുവിശേഷം 24 അധ്യായം 11 വാക്യം, മർക്കോസിന്റെ സുവിശേഷം 13:22. ഭാഗം ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 24:11. പെട്ടെന്ന് വായിച്ച് സഹായിക്കണേ ആരെങ്കിലും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കും. മർക്കോസിന്റെ സുവിശേഷം 13:22. കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളി. അപ്പോസ്തല പ്രവൃത്തി 20:29, 30 വേദഭാഗങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. 2 തീമോത്തിയോസ് 2:3 ഈ ഭാഗങ്ങളൊക്കെ ഈ അല്ലെങ്കിൽ ഈ വാക്യവുമായിട്ട് നമുക്ക് കോർത്തിണക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൻ. അപ്പോൾ അവിടെ 2 കാര്യമാണ്. ഭൂതങ്ങളുടെ ഉപദേശത്തെ ആശ്രയിക്കും. എന്നിട്ട് അവരുടെ സംഭാഷണം അല്ലെങ്കിൽ അവർ പറയുന്നത് ഭോഷ്കാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വിശ്വാസത്യാഗം ഉണ്ടാകും. അവിടെ ആ വാക്യത്തിൽ നമുക്ക് അങ്ങനെയാണ് കാണുന്നത് എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. എന്താണ് ഇവരുടെ ഉപദേശം? അടുത്ത വാക്യം വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. എന്താണ് അവർ പറയുന്നത്? അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കും. സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. 2 കാര്യങ്ങളാണ്. അതിന് പറയുന്ന പേരാണ് അസറ്റിസം. ഈ അസറ്റിസം എന്ന് പറയുന്ന ഈ പഠനം ഇല്ലെങ്കിൽ ഈ ഒരു ഇസം ഇല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇതെങ്ങനെയാണ് വന്നത്? അപ്പൊ പൗലോസിന്റെ കാലത്തിൽ തന്നെ ഇത് ഉണ്ടായിരുന്നു നമ്മൾ അനുമാനിക്കണം. ഇത് വന്നിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നൊരു സംഭവം ഞാൻ തെളിവായിട്ട് പറയാം. യോഹന്നാന്റെ സുവിശേഷം തന്നെയാണ് ഇതിന്റെ പശ്ചാത്തലം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും അവസാനം മരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാനാണ്. തന്റെ യോഹന്നാന്റെ സുവിശേഷമുണ്ട്, ലേഖനമുണ്ട്. ഇതിൽ യോഹന്നാന്റെ പശ്ചാത്തല പഠനം പഠിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയാം. നോസിസം, ജ്ഞാനമതം നിലവിൽ വന്ന ആ മതമാണ് ഇത്തരത്തിലെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്ന ആദ്യത്തെ എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നോസിസ്റ്റ് ചിന്താഗതിക്കാർ ഇവരെന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, ഇത് ആവർത്തിച്ച് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. നോസിസ്റ്റ് ചിന്താഗതിക്കാർ, GNOSTICM അതാണ് നോസിസിന്റെ സ്പെല്ലിങ്. അപ്പോൾ നോസിസുകാർ പഠിപ്പിക്കുന്നത്, ജ്ഞാനമതക്കാർ പഠിപ്പിക്കുന്നത് ഒന്ന് അവരുടെ വിശ്വാസം സംബന്ധിച്ചുള്ള കാര്യം പറയാം. ദൈവത്തെ പറ്റിയുള്ള അവർ വിശ്വസിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ചത്. എന്നാൽ ഈ ലോകത്തിൽ പാപം പ്രവേശിക്കുകയും എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അഴുക്കായി, ഈവിളായി അഴുക്കായി മാറി. അതില് ഈ ലോകം മുഴുവനും കറപ്റ്റഡായി പോയത് കൊണ്ട്, ഈ ലോകം മുഴുവനും പാപത്തിന്റെ അധീനതയിലായപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് ഇല്ലെങ്കിൽ സഹവസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഹി വെന്റ് ഫാർ അവേ, ദൂരെ പോയ ഒരു ദൈവമായിട്ടാണ് നോസിസ്റ്റുകാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ സകലതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ അനുഭവിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് നോസിസ്റ്റുകാരെടുത്തത്. അവരുടെ പഠിപ്പീരാണ് വിവാഹം വിലക്കുക, അല്ലെങ്കിൽ വിവാഹത്തിൽ ഏർപ്പെടുന്ന ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുവാനുള്ള ഒരു സാധ്യതകൾ ഒരിക്കലും ഉണ്ടാകരുത്
എന്നുള്ളൊരു പഠനമാണ് നോസിസ്റ്റുകാർ മുൻപോട്ട് വെച്ച ആശയം. സെലബസി, അനാവശ്യമായിട്ടുള്ള ഒരു വാദം. എന്തിനേറെ പറയണം, നമ്മുടെ കത്തോലിക്ക സമുദായത്തിലെ ഒരു പഠനം അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയും വളരെ വലിയ ഒരു ഗ്രൂപ്പുകളെ ഈ പഠനം ആകർഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവർ വിവാഹം കഴിക്കാതെ ഉള്ള പുരോഹിതന്മാരായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു ദുരുപദേശം തന്നെയാണ്. രണ്ടാമത്, നമ്മളപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ മറ്റൊരു കാര്യമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്, വിവാഹത്തിന്റെ കാര്യം തന്നെയാണ്. കാരണം കൃപയുണ്ടെങ്കിൽ അവിവാഹിതരായിരിക്കാൻ ഒരു സ്വഭാവ അല്ലെങ്കിൽ ഒരു വിശേഷതയിലേക്ക് വന്നപ്പോഴാണ് ഇതൊരു ദുരുപദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പിന്നിൽ പറയുന്നത് ദൈവം നീതിമാനാണ്, ദൈവത്തിന് അഴുക്കുള്ള കാര്യങ്ങൾ അത് ദൈവത്തിന് ഇഷ്ടമില്ല. പക്ഷെങ്കിൽ നമുക്കറിയാം ദൈവമാണ് ഇതിന്റെ എല്ലാം സ്ഥാപിച്ചത്. കുടുംബത്തിന്റെ സ്ഥാപകൻ കർത്താവാണ്. നിങ്ങൾ പെറ്റ് പെരുകി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലത് എന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, ഒന്നാം ദിവസം സൃഷ്ടിച്ചു നല്ലതെന്ന് കണ്ടു, രണ്ടാം ദിവസം ദൈവം സൃഷ്ടിച്ചു നല്ലതെന്ന് കണ്ടോ? രണ്ടാം ദിവസം നല്ലതെന്ന് പറഞ്ഞില്ല. രണ്ടാം ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നല്ലതെന്ന് കർത്താവ് കണ്ടില്ല. രണ്ടാം ദിവസം എന്തുകൊണ്ടാണ് നല്ലതെന്ന് കാണാത്തതെന്ന് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലേ എൽദോസാ? അതെ അതെ. ഇനിയിപ്പോ അതിനെപ്പറ്റി പിന്നെ കൂടുതൽ പഠിപ്പിക്കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു. എല്ലാ ദിവസവും രണ്ടാം ദിവസത്തിന്റെ ആ ഒരു സംഭവ വികാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും നല്ലതെന്ന് കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്നാ കർത്താവ് കണ്ടേ, അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച് നല്ലതല്ലെന്ന് പറഞ്ഞില്ല. ഏകനായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് അവനെ തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ കുടുംബമായി ഒക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഏറ്റവും നല്ലത് എന്ന് കണ്ടു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം നല്ലതെന്ന് കണ്ടതാണ്, ദൈവം സ്ഥാപിച്ചതാണ് മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്. ദൈവമാണ് മാരേജിനെ സ്ഥാപിച്ചത്. രണ്ടാമത്, ഭോജ്യങ്ങളെ വിലക്കുക. നമുക്കറിയാം ഇതൊരു ജൂയിഷ് പശ്ചാത്തലത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ അതില് പഴയ നിയമത്തിൽ ഇത് വിലക്കിക്കൊണ്ടുള്ള ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായവും യാത്രാഗമം അല്ലെങ്കിൽ ഡ്യൂട്ടറോണോമി, അതിന്റെ ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിലും അപ്പോൾ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിലും എന്ത് ഭക്ഷിക്കരുത് വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നവരാണ്. എന്നാൽ ഈ വിഷയം പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസ് ഒരു ദർശനം കാണുകയാണ്. ദർശനം കാണുന്ന സമയത്ത് തുപ്പട്ടി ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, അതിൽ സകലവിധ മൃഗങ്ങളുമുണ്ട്. ദൈവം പറഞ്ഞ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, അറുത്തു ഭക്ഷിപ്പിൻ. അതുകൊണ്ട് എല്ലാം ഭക്ഷിക്കാനുള്ള വ്യവസ്ഥയുണ്ട്, അല്ലേ? ഈ ചിലര് ഞങ്ങളവിടെ പോർക്ക് കഴിക്കത്തില്ല, അവരതിന് ഭയങ്കര എതിരാണ്. ഏതായാലും ദൈവം സഹായിച്ച് കുറെ എന്താ പറയുന്നത്, നമ്മളാരും കഴിക്കാത്ത ചില സാധാരണ കഴിക്കാത്ത ആഹാരങ്ങൾ കഴിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഈ മണിപ്പൂരികൾ കൂടുതലുണ്ടായിരുന്നു. കാരണം പാമ്പിനെ അറിയാതെ തിന്നു. ഞാൻ അറിഞ്ഞില്ല ഇത് പാമ്പാണെന്ന്. അങ്ങനെ അങ്ങനെ എല്ലാം അത്യാവശ്യം കൈകാര്യം ചെയ്തു. പട്ടി അറിയാതെ ഭക്ഷിച്ചു പോയി. അങ്ങനെ ഞാൻ പറഞ്ഞത്,
ദൈവം ഇവിടെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ. പക്ഷെങ്കിൽ രക്തം ചൊരിയാതെ, അത് മാത്രമേ ഉള്ളൂ ഒരു പുതിയ നിയമത്തിലെ ഉപദേശം. രക്തം ചൊരിയാതെ ഒരു മൃഗത്തിന്റെ രക്തത്തോടു കൂടി നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നൊരൊറ്റ ഉപദേശം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. നോക്കി, ഇപ്പം അവിടെ പറയുന്ന വാക്കുകൾ എന്ന് അവര് അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അവർ ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്, ഇത് കൽപ്പിക്കുകയാണ്. അവര് അതിന് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അതവർ കമാൻഡ് ചെയ്യുകയാണ്, നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. 4-ാം വാക്യത്തിൽ, എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. അത് ദൈവവചനത്തിൽ നമുക്ക് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ആയതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്നതും അതൊരു അഭികാമ്യമാണെന്ന് ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്കും ഈ 5-ാം വാക്യത്തിൽ ഒരു വ്യാഖ്യാനം ഞാൻ തരികയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി 6-ാം വാക്യത്തിലേക്ക് നമുക്ക് താഴോട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രാക്ടിക്കൽ ലെസണാണ്. തികച്ചും വ്യക്തിപരമായിട്ട് തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനത് ആദ്യം തന്നെ ഒരു ജാമ്യം എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതില് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, കാരണം അതിലേക്ക് വരും, കാരണം ഇത് വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാനതിലേക്ക് വരാം. അപ്പൊ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ, നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ ഘോഷണം ലഭിച്ച് ക്രിസ്തുവിന് നല്ല ശുശ്രൂഷകൻ ആകും. അപ്പോൾ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും, അപ്പം ഈ വിശ്വാസം എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം. അവന് തിമോത്തിയോസിന് അദ്ദേഹത്തിന് ഒരു വിശ്വാസത്തിന്റെ ലെഗസി തന്റെ മാതാവിൽ നിന്നും വല്യമ്മയിൽ നിന്നും ലഭിച്ചതായിട്ട് നമുക്കറിയാം. അപ്പം അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച്, പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമ, ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടീച്ചിങ് ആൻഡ് ഓൾസോ ദ ടീച്ചിങ് ദാറ്റ് ഈസ് ഗിവിംഗ് ബൈ അപ്പോസ്റ്റൽ പോൾ, പിന്നെ കർത്താവിന്റെ സുവിശേഷങ്ങൾ. ഇത് മൂന്ന് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പഴയ നിയമ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ടീച്ചിങ്സ്, വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവിന് നല്ല ശുശ്രൂഷകനാകും. അപ്പം പുതിയ നിയമം അവിടെ ഞാൻ ആ ഭാഗത്തുനിന്ന് നിർത്തിക്കോട്ടെ. അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആ ഭാഗം, if you for it is sanctified, for thou put the brethren in the remembrance of these things, thou shalt be a good minister, Jesus Christ nourished up in the words of faith. അപ്പം അവിടെ ക്രിസ്തുവിന് നല്ല സുവിശേഷകനാകാമെന്നാണ്. പക്ഷെങ്കില് KJV ട്രാൻസ്ലേഷനിൽ യേശു ക്രിസ്തുവിന്റെ വചനം, വിശ്വാസത്തിന്റെ വചനം, ആൻഡ് ഗുഡ് ഡോക്ട്രിൻസ്, സതുപദേശങ്ങൾ. ഓഫ് കോഴ്സ് അത് പഴയ നിയമത്തെയും കൂടെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് നല്ല വേലക്കാരനാകാം എന്നൊരു ട്രാൻസ്ലേഷൻ പെശകാണെന്ന് തോന്നുന്നു അവിടെ വന്നേക്കുന്നത്. എനിക്ക് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തുവിന് നല്ല ഭടനാകണം എന്നുള്ള ഒരാശയമാണ് മലയാളം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. പക്ഷെ വളരെ വ്യക്തമായിട്ട് അതിന്റെ മൂലഭാഷയിൽ, തർജ്ജിമയിൽ, യേശു ക്രിസ്തുവിന്റെ നറിഷിങ്, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന, അടുപ്പിക്കുന്ന ദൈവീക കൽപ്പനകളും, അപ്പോൾ തന്നെ പഴയ നിയമത്തിലെ മാറ്റമില്ലാത്ത ന്യായപ്രമാണങ്ങളും വിശ്വസിച്ച് അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വേലക്കാരനാകാം എന്നാണ് 6-ാം വാക്യത്തിന്റെ യഥാർത്ഥ ആശയം. പക്ഷെ അവിടെ പോഷണം ലഭിച്ച് ക്രിസ്തുവിന് നല്ല ശുശ്രൂഷകനാകുമെന്നാണ് മലയാളത്തിൽ കാണുന്നത്. തികച്ചും ഒരു എന്നാ പറയുന്നേ, നമ്മളെ വേറൊരു തലത്തിൽ മാത്രമാണത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഇനി അടുത്തത്, ദൈവഭക്തിക്ക്
വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പം നമുക്കത് എങ്ങനെ എടുക്കാം ആ വാക്യം? അതിനകത്ത് അതിന്റെ ഈ നമുക്കത് മനസ്സിലാക്കേണ്ടത് യാഹൂദ്യ പശ്ചാത്തലത്തിൽ തന്നെയാണ്. തിമോഥെയോസ് ലേഖനം തന്നെ 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായം 4-ാം വാക്യം. തിമോഥെയോസ് 1:4 ഒന്ന് വായിക്കാമോ ആരെങ്കിലും? നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അല്ല, അതല്ലല്ലോ. 4 1:4 സാറേ? 3 മലയാളത്തിൽ. സോറി, ഞാൻ ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞത്. സോറി, 1:3. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. 2 തിമോഥെയോസ് 4:4 വായിക്കാമോ? 2 തിമോഥെയോസ് 4:4. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. തീത്തോസ് 1:14. വായിച്ചു പെട്ടെന്ന്. കഥകളെയും സത്യം വിട്ടകന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കും. അപ്പൊ അവിടെ യഹൂദ കഥകൾ എന്നാണ് തീത്തോസ് ലേഖനത്തിൽ കാണുന്നത്. യഹൂദ കഥകൾ. 2 പത്രോസ് 1:16. വായിച്ചോ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണമാക്കിയല്ല. നിർമ്മിത കഥകൾ എന്ന് കാണുന്നു. ഇവിടെ എല്ലാം ഒറ്റ വാക്കാണ് ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചത്. മുത്തോസ്, MUTHOS എന്ന് പറഞ്ഞിട്ട് മൂത്തോസ് എന്നൊരു വാക്കാണ്. അവിടെ നിന്നാണ് മൗത്ത് എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ഇംഗ്ലീഷ് വാക്ക് മുത്തോസ്, മൗത്ത് എന്നൊരു വാക്ക് വരികയാണ്. പല വാക്കുകൾ നമുക്കറിയാം ഗ്രീക്ക് പദങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണിക്കുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്? പീഡിയാട്രീഷ്യനെ കാണാൻ പോവാന്ന്. പീഡിയ എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്ക്, ചൈൽഡ്, കുഞ്ഞ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു വാക്കാണ്. പിന്നെ ഇതെല്ലാം ഗ്രീക്ക് പദത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പീഡിയ, പിന്നെ ന്യൂറോളജി, പല പല വാക്കുകൾ. ഞാന് കാർഡിയോളജി, ഗൈനോക്കോളജി, ഗുനോ, സ്ത്രീ എന്നുള്ള വാക്കിൽ നിന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കണമേ, ഇപ്പം ഈ പദങ്ങളൊക്കെ തന്നെ ഗ്രീക്ക് പദം. അപ്പൊ മൂത്തോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് മൗത്ത് എന്നുള്ള പദം വന്നത്. അപ്പൊ കഥകൾ, വാ കൊണ്ട് ചുമ്മാ പറയുന്ന ഫെയറി ടെയിൽസ് ഇംഗ്ലീഷ് നമ്മൾ പറയത്തില്ലേ, കെട്ടുകഥ, അറിയാത്ത പല പല ആചാരങ്ങളിൽ നിന്നും പഴമക്കാർക്കൊക്കെ അറിയാവുന്ന ആണല്ലോ. ചുമ്മാ കട്ടിലേരിക്കുമ്പോ കാലാട്ടരുത്, അത് പണ്ടത്തെ ആൾക്കാർ പറയുന്ന. അത് വേറൊന്നുമല്ല, കൊട്ടുന്ന കോളാമ്പി അടിയിരിപ്പുണ്ട്. അപ്പൊ അത് കാലാട്ടുമ്പത്തേന് തട്ടി വീഴുന്നതുകൊണ്ട് അത് പറഞ്ഞത് അങ്ങനെ ഒരു ശീലമായിപ്പോയി. ഞാൻ പറഞ്ഞത് വാ കൊണ്ട് വെറുതെ പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ആ കാപ്പിപ്പൊടി അച്ഛൻ്റെ ഒരു കഥ കേട്ടത്. അദ്ദേഹം അത് പറഞ്ഞ ഒരു കാര്യം, ഈ ആണ്ട് ആചരിക്കുമ്പോൾ
നെയ്യപ്പം ചൂടും. അപ്പം ഒന്നെടുത്ത് മാറ്റി വെക്കും എന്ന് പറയുവാറുണ്ട്, ഒന്നെടുത്ത് പൂച്ചയ്ക്ക് കൊടുക്കണം. അപ്പം അതെന്താ എങ്ങനെയാന്ന് ചോദിച്ചാല്, ആദ്യത്തെ ഇങ്ങനെ ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം. അപ്പൊ നെയ്യപ്പം ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം മരിച്ച ദിവസം വന്നപ്പോഴത്തേന് അമ്മച്ചി മക്കൾക്കെല്ലാവർക്കും നെയ്യപ്പം ചുട്ടു. നെയ്യപ്പം ചുട്ടപ്പോഴത്തേന് ചുട്ടുവെച്ച നെയ്യപ്പത്തിൽ നിന്ന് ഒന്ന് പൂച്ച എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു പൂച്ചയെ പിടിച്ച് ഓടിച്ച് പിന്നെ മൂടിയൊക്കെ വെച്ചു. രണ്ടാമത്തെ വർഷം വന്നപ്പോഴത്തേന് നെയ്യപ്പം ഇതേപോലെ തന്നെ ചുട്ടുവെച്ചപ്പോഴത്തേന് പൂച്ചയെ പിടിച്ച് അടച്ചോ എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. കാരണം ഇത് നെയ്യപ്പം അടിച്ചോണ്ട് പോകും. അങ്ങനെ എന്തിനേറെ പറയണം, മക്കളൊക്കെ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പന്റെ 3ാമത്തെ ആണ്ട് വന്നപ്പോഴത്തേന് വീട്ടിൽ പൂജയിലൊന്നുമില്ല. അപ്പം പെട്ടെന്ന് അവരൊരു തീരുമാനം എടുത്തു, പൂച്ചയെ അടച്ചു വെക്കുന്നൊരു ചടങ്ങുണ്ട്, അതാര് ചെയ്യും ചോദിച്ചു. അപ്പം ഇപ്പൊ പൂച്ചയില്ല, ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പൂച്ചയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ തപ്പിപ്പിടിച്ചൊരു പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ടയ്ക്കടിയിൽ കമത്തി അതിനെ മൂടി വെച്ചതിന് ശേഷമാണ് നെയ്യപ്പം ചുട്ടത്. സത്യം പറഞ്ഞാൽ അത് പിൽക്കാലങ്ങളിൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ ആചാരമായി തുടരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയാണ് കിഴവിക്കഥകൾ, കെട്ടുകഥകൾ. ഇത് യാഹൂദ്യ പശ്ചാത്തലത്തിൽ വളരെയധികം നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, നമ്മൾ ഇതൊക്കെ തന്നെയാണ്. അയ്യോ എൻ്റെ ദൈവമേ, നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലിയ ആത്മീയരായിട്ടുള്ളവർ പറയും, ദേ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊക്കെ നിർത്ത് എന്നുള്ള ഒരു ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ പറയാറുണ്ടല്ലോ, എൻ്റെ ദൈവമേ ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ നിർത്തണം. നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞ് ചിരിക്കാൻ പോലും പറ്റത്തില്ല, പെട്ടെന്ന് പറയുന്നത് ഈ വാക്യമൊക്കെയാ. പൊട്ടച്ചൊല്ലും കളിവാക്കും. എന്താണ് ഈ പൊട്ടച്ചൊല്ല്, എന്താണ് ഈ കളിവാക്ക്? ശരിക്കും പറഞ്ഞാൽ ഇത് അവർ ഒരാളെ എയിം ചെയ്തുകൊണ്ട് അവർ കൂടിയിരിക്കും, എന്നിട്ട് ഒരു മനുഷ്യനെ എയിം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞ് ചിരിച്ച് അയാളെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക്, മാനസികമായ സംഘർഷം കൊടുത്ത് ആത്മഹത്യ പോലും ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു 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 എന്താ പറയുന്നേ, അത്രയ്ക്കും നീചമായ ഒരു പ്രവൃത്തിയാണ് പൊട്ടച്ചൊല്ലൊക്കെ എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന തമാശയൊക്കെ. പാവങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ പറയും പൊട്ടച്ചൊല്ലും കളിവാക്കും എന്ന് പറയുന്നത്. അങ്ങനെ മരണത്തിന് പോലും വഴിയൊരുക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ പൊട്ടച്ചൊല്ല്. അപ്പൊ അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, കെട്ടുകഥകള് ഭക്തിവിരുദ്ധമായ. കാരണം ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ നമ്മുടെ ഭക്തിയെ കുറയ്ക്കും, നമ്മുടെ ഭക്തിയെ അത് ഇല്ലായ്മ ചെയ്യും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ, നിർമ്മിത കഥകളെ, പത്രോസ് പറയുന്ന പോലെ നിർമ്മിത കഥകൾ, മെയ്ഡ് അപ്പ് സ്റ്റോറീസ്, മൂത്തോസ്, വാ കൊണ്ട് വെറുതെ പുലമ്പുന്ന ഈ ഒരു വാക്കുകൾ, അതല്ല നിനക്ക് ആത്മീക വർധവന് വേണ്ടത്. ഇനി ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ദൈവഭക്തിക്ക് തക്കവണ്ണം, അവിടെ ആ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള അഭ്യാസം എന്താണെന്ന് താഴെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കുന്ന വാക്കിൽ നടപ്പിലും, അതിലേക്ക് നമ്മൾ വരാം. ദൈവഭക്തിക്ക് വേണ്ടിയുള്ള അഭ്യാസം, ഈ വാക്ക് പറയുമ്പോൾ പൗലോസ് ദൈവഭക്തിയുടെ അഭ്യാസം, ഭക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പൗലോസ് എത്രമാത്രം തിമോത്തിയോസിനോട് അദ്ദേഹത്തിന്റെ അഫെക്ഷൻ ഇല്ലെങ്കിൽ ഒരു കെയറിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു വാക്യമാണ് 8ാം വാക്യം. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് അത്രേ. ദൈവഭക്തിയോ, മേലെയുള്ള കാര്യം പറയുകയാണ്, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദാനമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യം തന്നെ. എന്നാൽ ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണെന്നും, പക്ഷെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരഭ്യാസം കൊടുക്കണമെന്നും, ഇല്ലെങ്കിൽ അതൊരു എക്സസൈസ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ശരീരാഭ്യാസം എന്താണെന്ന് അവിടെ കാണുമ്പോൾ 8ാം വാക്യത്തിൽ അവിടെ വാക്യം ഇങ്ങനെയാണ്. അതിന്റെ ഫോർ ബോഡിലി എക്സസൈസ് പ്രോഫിറ്റ് ലിറ്റിൽ. അപ്പോൾ കളരിപ്പയറ്റോ കരോട്ടയോ ഇതൊക്കെയാണ് നമ്മൾ അഭ്യാസമായിട്ട് മനസ്സിലാക്കിയത്.
ഇതൊക്കെ വേണം. ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്, അത്യാവശ്യം കളരിപ്പയറ്റും ഇതൊക്കെ കൊച്ചു പഠിക്കട്ടെ. കാരണം പഠിക്കുന്നതിന് ഞാൻ തടസ്സമല്ല കേട്ടോ, ഞാൻ അതിനൊന്നും തടസ്സമൊന്നുമില്ല, പഠിക്കുന്നതിന് കുഴപ്പമില്ല, പഠിക്കട്ടെ. കാരണം സുവിശേഷ വേലയിൽ എതിർപ്പുകൾ വരുമ്പോഴത്തേന് രണ്ടെണ്ണം തിരിച്ചു പൊട്ടിക്കാനായിട്ട് ഈ കരോട്ടയും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞു ഇതൊക്കെ പഠിച്ചോണം ചെറുപ്പത്തിൽ. അപ്പൊ അവിടെ പറയുന്നത് ശരീരാഭ്യാസം, ബോഡിലി എക്സസൈസ്, നമ്മളൊക്കെ ഇന്ന് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവര് മണ്ണിലാണ് കഴിക്കുന്നത്. ഇന്ന് മണ്ണ് ഒരു കാരണവശാലും പറ്റലെന്ന് പറഞ്ഞു നടക്കുന്നവര്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒത്തിരി വ്യത്യാസപ്പെട്ടു, നമ്മുടെ ഫുഡിന്റെ കൾച്ചർ മാറി. അപ്പൊ അതുകൊണ്ട് അന്ന് അപ്പം പൗലോസ് എത്രമാത്രം തിമോത്തിയോസിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ശരീരാഭ്യാസമാണ് അല്പം നല്ലത്. ഇനി അടുത്തത് പറയുകയാണ്, ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യം തന്നെ. 10-ാം വാക്യത്തിൽ പറയുകയാണ്, അതിനായിട്ട് നാം സകല മനുഷ്യരുടെയും പ്രത്യേക വിശ്വാസങ്ങളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിന്റെ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. അപ്പോൾ 10-ാം വാക്യത്തിൽ താൻ ഒരു പ്രത്യാശ പങ്കുവെക്കുകയാണ്, ഹോപ്പ് അല്ലെ. അവിടെ വി ബോത്ത് ലേബർ ആൻഡ് സഫർ because we trust in the living God who is a savior of all men, especially of those that believe. അവിടെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ പോരാടുന്നു പറയുന്നു 10-ാം വാക്യത്തിൽ. അതിനായിട്ട് നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ഞാനും തിമോത്തിയോസും ഒരുപോലെ കഷ്ടപ്പെടുകയാണ്. ഞാൻ ഇതിനകത്ത് എനിക്ക് പഠിക്കാൻ ഒരു പാഠം മനസ്സിലാക്കിയത്, പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 12-ാം വാക്യത്തിൽ, ഇത് നീ ആജ്ഞാപിച്ചതൊക്കെയും ഉപദേശിക്കുകയും ചെയ്യുക, നിനക്ക് മാത്രമല്ല മറ്റുള്ളവരെ ഉപദേശിക്കാം. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചേ. ഇത് നിന്നോട് ആജ്ഞാപിച്ചു. പക്ഷെ മറ്റവരോട് എങ്ങനെയാ പറയണ്ടേ? ഉപദേശമായിട്ടാ പറയുന്നത്. നിങ്ങളിത് അപ്പോസ്തല പ്രവൃത്തി കാണാൻ പറ്റും. ഒന്നെടുത്തേ, 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തില് പെട്ടെന്ന് നമുക്ക് സമയം പോയി, എന്നാലും 1-2 കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എടുത്തേ, വായിച്ചേ. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. നിങ്ങൾ തെരഞ്ഞെടുത്തവൻ കൽപ്പനയായിട്ടാ കൊടുത്തേ. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവര് ഉപദേശമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചേ. ഇതുപോലെ തന്നെയാണ്. അതൊരു ബോണ്ടഡ് റിലേഷൻ ആണ്. ഞാൻ കുറച്ചും കൂടെ ഒരു പാസ്റ്ററൽ മൈൻഡിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതൊരു പാസ്റ്ററൽ തിയോളജിയാണ്. ഞാൻ എൻ്റെ ഒരു വിശ്വാസിയെ, എൻ്റെ സഭയിലുള്ള ഒരു വിശ്വാസിയെ അതിന് വരുന്നതിന് മുമ്പ് ഞാനൊരു ഉദാഹരണം പറയാം. 3 പിള്ളേര് വെയിലത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് അതില് 3 പിള്ളേർ നല്ല ചുട്ട, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നിങ്ങളൊരു കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. കാർ സഞ്ചരിക്കുമ്പോഴത്തേന് 3 പിള്ളേരെ കാണുന്നു. 2 പേര് അയൽവക്കത്തുകാരാ. നിങ്ങളുടെ മോനുണ്ട് അവിടെ. അയൽവക്കത്തിലെ പിള്ളേരോട് എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? കുഞ്ഞുങ്ങളെ, ഭയങ്കര വെയിലാ, ഇപ്പൊ കളിച്ചാൽ നല്ല എന്തെങ്കിലും പറ്റും, അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ. അതുകൊണ്ട് ഈ വെയിലത്ത് ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോഴത്തേന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നാമത് പ്രശ്നമാ. വെള്ളം കുടിക്കണം, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച് അവരെ നമ്മൾ പറയും. നിങ്ങളുടെ മക്കളോടോ, എടാ മര്യാദയ്ക്ക് കീറിപ്പോടാ, ഇങ്ങനല്ലേ പറയത്തുള്ളൂ. ഇതാ കൽപ്പനയും, ഇത് റിലേഷന്റെയാണ്. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളോട് ഒരു കൽപ്പന പറയുമ്പോഴത്തേന് ശിരസ നമുക്കത് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്നത്, ഞങ്ങളുടെ വാസയുടെ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഒരു ചീറ്റപ്പുലി പോലെ ഞങ്ങളുടെ നേർക്കായി കുത്തുപ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുത്തുപ്രസംഗമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളോട് ഇല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വാക്കുകൾ കൽപ്പിച്ചേക്കാം. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് എ ബോണ്ടഡ് റിലേഷൻ.
അതൊരു വ്യക്തിപരമായ റിലേഷനിൽ നിന്നാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് അങ്ങനെ ബുദ്ധിമുട്ടുന്നതിന്റെ കാരണം എന്നറിയോ? ക്രിസ്ത്യൻ മച്യൂരിറ്റി ഇല്ല. ആ ബോണ്ടഡിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. നമ്മൾ ആരും വന്നിട്ടില്ല. ക്രിസ്തുവിൽ മച്യൂർ ആയവർക്ക് മാത്രമേ ഉള്ളൂ ഒരു കൽപ്പനയായിട്ട് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലാത്തവരെ ഉപദേശിക്കാനേ പറ്റത്തുള്ളൂ. കണ്ടോ, തിമോത്തിയോസ് പറയാണ്, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചത് ഉപദേശിക്കും. അവിടെ പൗലോസ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ വരുവോളം. അപ്പോൾ പൗലോസ് ഇപ്പോൾ 4ാമത്തെ മിഷണറി യാത്രയിലെ ജയിലിൽ താൻ പാർക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിക്കേണ്ട ഒന്നാമത്തെ കാര്യം വായന. അതില്ലാതെ ഒന്നും നടക്കത്തില്ല. വേദപുസ്തകം വായിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്യന്തിക. പക്ഷെ പിന്നെ ആകട്ടെ നമുക്ക് ഉപദേശവും പ്രസംഗമൊക്കെ പിന്നെ മതി. പക്ഷെ ഫസ്റ്റ് വി ഷുഡ് റീഡ്. നമ്മൾ വായിക്കണം. ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം ഒരു തമിഴ് സാറാണ്. അദ്ദേഹത്തിന്റെ പേര് പേച്ചിമുത്തെന്ന്. ഞാനൊരു തമിഴ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല. എനിക്ക് നല്ലപോലെ തമിഴ് പറയും. അദ്ദേഹം ഞങ്ങളുടെ മൂന്നാറിലെ കുട്ടികളോട് ഒരു കാര്യം പറയും, പഠിച്ച പാലക്കാട് പോലാം, പഠിക്കല തേയിലക്കാട് പോലാം. പറഞ്ഞാൽ പാലക്കാടാണ് സാധാരണ ഞങ്ങളുടെ മൂന്നാറിലെ കുട്ടികൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അവിടെ ദ്വിഭാഷക്കാർക്ക് പഠിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അതുകൊണ്ട് സാറ് പറയും, പഠിച്ചാ உங்களுக்கு പാലക്കാട് പോലാം, പഠിക്കലാട്ടി തേയിലക്കാട് പോലാം. മൂന്നാറിലെ ഈ തൊഴിലാളി മക്കളോട് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അതേ നിർവാഹമുള്ളൂ. വചനം പഠിക്കുക, വായിക്കുക. എനിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. വായന അല്പം കുറവാണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങളൊക്കെ എന്നെക്കാൾ ഒത്തിരി മൂത്തവരായിട്ട് ഞാൻ അത്രയും നിർത്തുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഞാൻ വരുവോളം. പിന്നെ 14ാം വാക്യത്തിൽ, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊടുക്കുക. ഞാൻ ഇതിലെ ഒരു 2 ആശയം ഞാൻ പറയാം. മൂപ്പന്മാരുടെ കൈവപ്പ്. അവിടെ 14ാം വാക്യത്തിൽ, neglect not the gift that is in thee, you are given. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ മൂപ്പന്മാരുടെ ഒരു സംഘം. അവിടെ നമ്മൾ ആദ്യം പഠിച്ചൊരു പദമുണ്ട്, ഓർമ്മയുള്ളവരെന്ന് പറയാൻ പറ്റുമോ? ബിഷപ്പ്. രണ്ടാമത്തെ പദം ഡീക്കൺസ് എന്നൊരു പദമാണ്. അപ്പോൾ അവരുടെ ഒരു സംഘം, അതിന് പറയുന്ന പേരാണ് പ്രസ്ബറ്ററി. KJV-ക്കകത്ത് പ്രസ്ബറ്ററി എന്നാണ് കൊടുത്തേക്ക്. അവരുടെ കൈവപ്പ്. അപ്പോൾ ഒരു അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യു ആർ ഇലക്റ്റഡ്, യു ആർ ചോസൺ. അതാണ് കൈവപ്പ്. കൈവപ്പ് ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ ഈ ഭാഗത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് നിനക്കകത്ത് കൈവച്ചപ്പോൾ കിട്ടിയ കൃപാവരമല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. പക്ഷെ ജ്വലിപ്പിക്കാൻ ഒരു സ്വാതന്ത്ര്യം, അത് മനുഷ്യരിലേക്ക് പ്രയോഗിക്കുവാൻ, വിശ്വാസികളിലേക്ക് എടുത്തു ചെല്ലുവാൻ ഉള്ള ഒരു അംഗീകാരമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. യു ആർ അക്സെപ്റ്റഡ്. അതിലൊട്ടും മടിക്കരുത്. കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കരുത്. നമ്മളൊക്കെ പറയത്തില്ല, കർത്താവേ എന്നെ കൃപ കൊണ്ട് നിറയ്ക്കണേ. എന്തിനാ നിങ്ങളോട് കൃപ കൊണ്ട് നിറച്ചിട്ട്? നിങ്ങളൊന്നും മിണ്ടുന്നില്ലെങ്കിൽ, നിങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ലെങ്കിൽ, നിങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ? ഞാനൊരു കാര്യം ഒന്നും കൂടെ കടത്തി പറയട്ടെ. ഈ ബൈബിൾ കോളേജ് പഠിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? 4 വാക്ക് 4 പേരോട് തെറ്റാണെന്ന് പറയാനും ശരിയാണെന്ന് പറയാനും വേണ്ടിയല്ലേ നമ്മൾ ഈ പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാറാനും കൂടിയാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് നമ്മൾ എടുക്കുന്നത്, ഒരു റിസ്ക് എടുക്കുന്നത്, അവിടെ പറയുന്നത് ഇതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി. neglect not the gift that is in you. നിന്റെയുള്ള കൃപാവരത്തെ
നീ തിരസ്കരിക്കരുത്, നിഗ്ലക്ട് ചെയ്യരുത്. അതാണ് അവിടെ വളരെ ശക്തമായ ഭാഷയാണ് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നത്. അത് അഭിവൃദ്ധി, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊണ്ട്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്, പ്രസിദ്ധരാകുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ കർത്താവിൽ പ്രസിദ്ധരാകും. നമുക്കറിയാം അലക്സാന്ദ്രിയും ലൂഫോസും അവർ കർത്താവിൽ പ്രസിദ്ധന്മാരായി മാറി. കൃപാവരങ്ങൾ, ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവവചനത്തിന്റെ ചിന്തകൾ, പാണ്ഡിത്യം ഒരു പക്ഷെങ്കിൽ നമ്മളെ പ്രസിദ്ധരാക്കിയെങ്കിൽ അതിനകത്ത് തെറ്റ് പറയാനില്ല. അത് ദൈവത്തിന്റെ കൃപയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നിൽക്കുക. ഇത്രേ എനിക്ക് ആ ഭാഗത്ത് നിന്ന് പറയുന്നുള്ളൂ. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. എന്നാൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് മൂലം, യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുന്ന മൂലം നമുക്കും രക്ഷയുണ്ടാകും, നമ്മൾ അനേകരെ രക്ഷയിലേക്കും ആകർഷിക്കും എന്നുള്ള ഒരു പഠനത്തോടു കൂടിയാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഞാൻ 5-ാം വാക്യം എടുക്കണമെന്ന് താല്പര്യമുണ്ട്, അധ്യായം എടുക്കണം താല്പര്യമുണ്ടെന്ന് ഞാൻ അതിൽ പോകുന്നില്ല. 10 മണിയായല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും വിഭാഗത്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിയ സാറിന്